സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ആവശ്യമായ ഞങ്ങൾക്ക് സാമ്പത്തിക സഹായമൊക്കെ സംഭാവന തരണം. കാരണം ഞങ്ങളതിൻ്റെ ഗൂഗിൾ നമ്പർ വെച്ചിട്ടുണ്ട്. ഞങ്ങളിതിൻ്റെ പരസ്യങ്ങൾ തന്ന് ഞങ്ങളെ സഹായിക്കണം. ഇത് ജനങ്ങളുടെ ചാനലായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇവിടെ ഇപ്പോൾ പറയുന്ന പുതിയൊരു വിഷയം, പുതിയ വിഷയമല്ല, പണ്ടേ പറഞ്ഞ് പഴകിയ ഒരു വിഷയമാണെങ്കിലും പുതിയ കാലഘട്ടത്തിൽ വലിയ പ്രസക്തി ഉള്ളതുകൊണ്ട് മാത്രമാണത് പറയുന്നത്. രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ കേരളത്തിലുള്ള ഒരുപാട് ചേട്ടന്മാർ, അത് യുക്തിവാദികളും മുക്തിവാദികളും നിരീശ്വരവാദികളും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും കമ്മികളും കൊങ്ങികളും സുഡാപ്പികളുമൊക്കെ എടുത്ത് ചാടി വീഡിയോകൾ ചെയ്ത് എടുത്ത് മറയ്ക്കുകയാണ്. അതിനിടയിൽ ഞാൻ ഇടയ്ക്കെങ്കിൽ വല്ലപ്പോഴും ഒരിക്കൽ കാണുന്നൊരു വീഡിയോഗ്രാഫറുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബറുണ്ട്. അദ്ദേഹം ഇൻഫ്ലുവൻസറാണ്, യൂട്യൂബിൽ നന്നായി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളാണ്. പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ആളാണ്. സജീവൻ അന്തിക്കാട് എന്നാണ് പേര്. അദ്ദേഹം SNC ഗ്ലോബൽ വഴിയൊക്കെയാണ് കൂടുതലും പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ SNC ഗ്ലോബൽ വഴി വന്നിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു. അതിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നു. എന്നോടൊപ്പം കോളേജിൽ പഠിച്ചിരുന്നൊരു സുഹൃത്താണ് എനിക്ക് അയച്ചു തന്നത്. ആ വീഡിയോ കാണാനിടയായി. വീഡിയോ കാണാനും അതിൽ താഴേക്ക് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കാനും ഇടയായപ്പോഴാണ് ചിലത് പറയണമെന്ന് എനിക്കും തോന്നിയത്. എന്താണ് ആ വീഡിയോയിൽ പറയുന്നതെന്നറിയാവോ? 1956 ഒക്ടോബർ 14 നാഗ്പൂരിൽ വെച്ച്, മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ച് അംബേദ്കർ, ഭീമറാവു ബാബാജി അംബേദ്കർ, അതായത് നമ്മുടെ ഡോക്ടർ BR അംബേദ്കറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതപരിവർത്തനം നടത്തി എന്നാണ് പറയുന്നത്. 3.5 ലക്ഷം ആളുകൾ, 3,65,000 പേരാണ് ഒറ്റ ദിവസം കൊണ്ട് ദീക്ഷാഭൂമി എന്ന് പറയുന്ന അംബേദ്കറുടെ ആഹ്വാനം അനുസരിച്ച് മതപരിവർത്തനം നടത്തിയതെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി കേട്ടിട്ട് നമുക്ക് അങ്ങോട്ട് വരാം. അതായത് ദക്ഷിണാഫ്രിക്കയിൽ നോബൽ സമ്മാനം കിട്ടിയിരുന്ന, രണ്ടാമത്തെ നോബൽ സമ്മാനം കിട്ടിയ നെൽസൺ മണ്ടേല കഴിഞ്ഞാൽ രണ്ടാമത് നോബൽ സമ്മാനം കിട്ടിയ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. ആ മനുഷ്യൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അതായത് ഉണ്ടായിരുന്നു 10/5/2009 മാതൃഭൂമിയുടെ, സാധാരണ മാതൃഭൂമിയുടെ മനോരമയുടെയും പത്രത്തിൽ ഈ ക്യാപ്ഷനുകളായി സ്ലോഗനുകൾ കൊടുക്കും. എഡിറ്റോറിയൽ പേജിൽ ഏറ്റവും ഇടതുവശത്തായിട്ട് കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ 10/5/2009 മാതൃഭൂമി കൊടുത്തിട്ടുള്ള സത്യം, സമത്വം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഒരു വാക്കാണ് സുവിശേഷകർ. ഞാൻ ഈ പറയുന്ന കേൾക്കണം നിങ്ങൾ. സജീവൻ അന്തിക്കാടും അന്തിക്കാടന്മാരും SNC ഗ്ലോബൽമാരും അത് പ്രചരിപ്പിക്കാൻ നടക്കുന്ന എൻ്റെ സുഹൃത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് കേൾക്കണം. സുവിശേഷകർ ആഫ്രിക്കയിൽ വന്നപ്പോൾ, എപ്പോൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ അവർക്ക് ബൈബിളും ഞങ്ങൾക്ക് ഭൂമിയും ഉണ്ടായിരുന്നു. അവസാനം നമുക്ക് പ്രാർത്ഥിക്കാമെന്നവർ പറഞ്ഞു. ഞങ്ങൾ കണ്ണടച്ചു പ്രാർത്ഥിച്ചു. പക്ഷെ കണ്ണ് തുറന്നപ്പോൾ ഞങ്ങൾക്ക് ബൈബിൾ കിട്ടി, ഭൂമി അവർക്ക് കിട്ടി. ഇത് ഞാൻ പറയുന്നതല്ല. ഡെസ്മണ്ട് ഡുഡു എന്ന് പറയുന്ന നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള സുവിശേഷകനായി മാറിയ, വലിയ മതപ്രഭാഷകനായി മാറിയ ഡുഡു പറഞ്ഞതാണ്. ആഫ്രിക്കയിലെ ഭൂമി മൊത്തം കൊണ്ടുപോയത് മതപരിവർത്തനത്തിലൂടെയാണെന്ന് പറഞ്ഞത് ഞാനല്ല, മിസ്റ്റർ സജീവൻ അന്തിക്കാടെ. അതുപോലെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. 1956 ഒക്ടോബർ 14 നാഗ്പൂരിൽ 3,65,000 പേരെ ദീക്ഷാഭൂമിയിലൂടെ മാറ്റിയെങ്കിൽ ഒരാളിനും തല്ല് കൊടുത്തോ, അടി കൊടുത്തോ, ഗോതമ്പ് കൊടുത്തോ, ഭക്ഷണം കൊടുത്തോ, അരി കൊടുത്തോ, സ്കൂളിൽ ചേർക്കാമെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ആരോഗ്യ വസ്തുക്കൾ കൊടുത്തോ നിർബന്ധിതമായ പരിവർത്തനമല്ല നടത്തിയത്. മതം മാറ്റം വേറെയാണ്, മതം മാറ്റിക്കൽ വേറെയാണ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. മതം മാറ്റം എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും, അന്തിക്കാടിനെ പോലെ, സജീവൻ അന്തിക്കാടിനെ പോലെ മതങ്ങളിൽ വിശ്വസിക്കാതിരിക്കാനും, മതനിരാസം പറയുവാനും, യുക്തിവാദിയാകുവാനും ഒക്കെ എല്ലാ അവകാശവുമുണ്ട്. അതേസമയം നിർബന്ധിച്ച് മതം മാറ്റിക്കാനോ, മതപരിവർത്തനം നടത്താനുള്ള സംഘടിത ശ്രമം നടത്തുവാനോ, മതമാറ്റത്തിനുള്ള മറ്റ് ഘടകങ്ങൾ കൊടുത്തുകൊണ്ട് മതം മാറ്റിക്കുന്നതോ നിർബന്ധമായും നിയമവിരുദ്ധമാണ്, നിയമവിധേയമല്ല. അത് തിരിച്ചറിഞ്ഞിരിക്കണം. ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറിയവരുണ്ട് ഇവിടെ. ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളിൽ ഒരുപാട് പേർ ക്രിസ്ത്യൻ മതത്തിലോട്ട് പോയിട്ടുണ്ട്. ഒരുപാട് പേർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ബുദ്ധമതം സ്വീകരിച്ചു. അതിൽ മഹാഭൂരിപക്ഷം പേരും തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് വന്നു എന്നും സജീവൻ അന്തിക്കാട് മനസ്സിലാക്കുക. ഞാൻ ഹിന്ദുമത വക്താവായിട്ടല്ല പറയുന്നത്, ഫാക്റ്റ് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തിരിച്ചു വന്നിട്ടുമുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ ബുദ്ധമതത്തിലേക്ക് പോയി ഒരു കാലഘട്ടത്തെ ഇന്ത്യയിലെയും ഏഷ്യയിലെയും ജപ്പാന്റെയും ചൈനയുടെയും ശ്രീലങ്കയുടെയും നേപ്പാളിൻ്റെയും ഭൂട്ടാന്റെയും ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാന്റെയും ഒക്കെ സകല ജനങ്ങളെയും സ്വാധീനിച്ചിരുന്ന ബുദ്ധമതം ഇന്നെവിടെ? ആരാണത് കൊണ്ടുപോയത്? അവരെ ആരാണ് തല്ലി തിരിച്ചു കൊണ്ടുവന്നത്? ഒരാളിനെയും
തല്ലി തിരിച്ചു കൊണ്ടുവന്നതല്ല. അവർ പോയതുപോലെ മഹാഭൂരിപക്ഷം തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് എന്തുകൊണ്ട് ചേക്കേറി, എന്തുകൊണ്ട് ബുദ്ധമതം അവർ ഉപേക്ഷിച്ചു, അതും ചർച്ച ചെയ്യപ്പെടണം. അതുപോലെ മതം മാറുന്നത് വേറെ, മതം മാറ്റുന്നത് വേറെ, സംഘടിത മതം മാറ്റുന്നത് വേറെ, മതപരിവർത്തനം വേറെ. നിർബന്ധ മതപരിവർത്തനത്തിനെതിരെ മാത്രമേ ഇന്ത്യയിൽ നിയമമുള്ളൂ, സംസ്ഥാനങ്ങളിൽ ഛത്തീസ്ഗഡിലായാലും എവിടെയായാലും. അതുപോലെ പിന്നൊരു ചോദ്യം കൂടെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എസൻസ് ഗ്ലോബലിൻ്റെ ആ വീഡിയോ തീരുന്നതിൻ്റെ അവസാനത്തിന്, അല്ലെങ്കിൽ അതിൻ്റെ എനിക്ക് തന്ന റൈറ്റിങ്ങിൻ്റെ അവസാനം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും കന്യാസ്ത്രീ ആയാൽ എന്താ, അല്ലെ ആരെങ്കിലും കന്യാസ്ത്രീ ആയാൽ എന്താ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടു. ഹിന്ദുവായി ജനിച്ച ഞാൻ ഹിന്ദുവായി മരിക്കില്ല എന്ന് അംബേദ്കർ പറഞ്ഞ കാലഘട്ടം എന്ന് പറയുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഗോത്രത്തിൻ്റെയും പേരിൽ മനുഷ്യർ തമ്മിലടിച്ചിരുന്ന കാലമാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല മിസ്റ്റർ സജീവൻ അന്തിക്കാട്. അമേരിക്കയിൽ അടിമത്തമുണ്ടായിരുന്നു, ദക്ഷിണാഫ്രിക്കയിൽ അപ്പാർത്തൈഡ് ഉണ്ടായിരുന്നു, ഇംഗ്ലണ്ടിൽ അടിമ വ്യവസായം ഉണ്ടായിരുന്നു. എബ്രഹാം ലിങ്കനാണ് അടിമ വ്യവസായം നിർത്തലാക്കിയത്. എല്ലാ രാജ്യങ്ങളിലുമായി ഇരുണ്ട കാലഘട്ടത്തിൽ 1700 മുതൽ 800 900 വരെയുള്ള 100 വർഷക്കാലത്ത് ഇരുണ്ട കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അധികാര ശ്രേണിയുടെ ഭാഗമായി ഒരുപാട് കറുത്തവനെന്നും വെളുത്തവനെന്നും ജാതിയെന്നും മതം പറഞ്ഞ് പിരിഞ്ഞിരുന്നു. അവിടെല്ലാം നവോത്ഥാനവും അവിടെല്ലാം പുതിയ നിയമങ്ങളും കൊണ്ടുവന്നുകൊണ്ട് ഒരുപാട് മുന്നോട്ട് പോയില്ലേ? എന്തിനാണ് അതിനെ ചീണ്ടു പറക്കി വീണ്ടും ഇപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ടുവന്ന ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? ഇനി ഞാൻ കന്യാസ്ത്രീ ആയാൽ എന്താന്ന് ചോദ്യത്തിലുള്ള ഉത്തരം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എന്താ കന്യാസ്ത്രീ ആയുള്ള ഒരു കുഴപ്പമുണ്ട്? മിസ്റ്റർ സജീവൻ അന്തിക്കാട് സജീവന് എസൻസ് ഗ്ലോബൽ കൊണ്ടു നടക്കാൻ കഴിയുന്നത്, ഇവിടുത്തെ യുക്തിവാദികൾക്ക് വന്നിരുന്ന് ഇങ്ങനെ അഹോരാത്രം പറയാൻ കഴിയുന്നത് ഇത് രാമന്റെ രാജ്യമായതുകൊണ്ടാണ്. രാമനെ കാണാൻ ഭരതൻ ചെല്ലുമ്പോൾ ഒരു ചോദ്യം രാമൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചാർവാഹകന്മാർക്ക് ക്ഷേമമാണോ, എൻ്റെ രാജ്യത്തെ വിശ്വാസികൾക്ക് ക്ഷേമമാണോ, അവർ അമ്പലത്തിൽ പോയോ അയോധ്യയിൽ പോയോ എന്നല്ല ചോദിച്ചത്, എൻ്റെ രാജ്യത്തെ ചാർവാഹകന്മാർക്ക് ക്ഷേമമുണ്ടോ, ഞാനിങ്ങ് വന്നതിന് ശേഷം അവരുടെ കാര്യം അന്വേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, യുക്തിവാദികളുടെ നിരീശ്വരവാദികളുടെ കാര്യം അന്വേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് അവരെ കൂടി ഇൻക്ലൂസീവായി കൊണ്ടുപോകുന്ന ഒരു ഹിന്ദു മതം ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അത് ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ ഇല്ല, മുസ്ലിം രാജ്യങ്ങളിൽ ഒട്ടുമില്ല ചങ്ങാതി. എന്നാണോ ഇന്ത്യയിൽ ഹിന്ദു ന്യൂനപക്ഷമാകുന്നത്? അങ്ങനെ ആവൂല. കാരണം 2% വരുന്ന ക്രിസ്ത്യാനികളോ 10-20% വരുന്ന മുസ്ലിങ്ങൾ വിചാരിച്ചാൽ എളുപ്പമൊന്നുമല്ല. കാര്യം 140 കോടിയിൽ 120 കോടിയും ഹിന്ദുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് എളുപ്പമല്ല. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ഇന്ന് സങ്കല്പിച്ച് നോക്കൂ, അങ്ങനെ ഒരു രാജ്യം വന്നാൽ സജീവുമില്ല, അന്തിക്കാടുമില്ല, എസൻസി ഗ്ലോബലുമില്ല, രവിചന്ദ്രനുമില്ല, മൈത്രേയനുമില്ല, ഈ യുക്തിവാദിയുമില്ല, ശക്തിവാദിയുമില്ല, ഒരെണ്ണത്തിനും വാ തുറക്കാൻ പറ്റില്ല ഇവിടെ. അവരെ അപ്പോ പിടിച്ച് സെൻസർഷിപ്പിൽ അകത്തിടും. നിങ്ങൾക്ക് ഇവിടെ മാത്രമാണ് നരേന്ദ്രമോദിയെ പള്ളി പറയാൻ കഴിയുന്നത്, തെറി പറയാൻ കഴിയുന്നത്. അത് ഭാരതമായത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഭാരതത്തിൽ ഇത് അനുവദിച്ചു തന്നിരിക്കുന്നത് ഇവിടെ ഹിന്ദുവിൻ്റെ അക്കൗണ്ടിലാണ്. പക്ഷേ ആ ഹിന്ദുക്കളെല്ലാം RSS അല്ല, സംഘീയല്ല, BJP അല്ല. അതുകൊണ്ട് കുറച്ച് പേർ BJP ചേർന്നത് കൊണ്ടോ, BJPക്ക് അധികാരം കിട്ടിയതുകൊണ്ടോ, RSSൽ ആളുകൾ ചേരുന്നത് കൊണ്ടോ, കുറേ പേർ സംഘി പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ടോ, സംഘപരിവാറിൽ ചേർന്നത് കൊണ്ടോ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിനെ അളക്കരുത്. നിങ്ങൾ ഹിന്ദുവിൻ്റെ അക്കൗണ്ടിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിവിടെ എല്ലാവരും കന്യാസ്ത്രീ ആയാൽ അന്നു തീരും ഇന്ത്യയുടെ മതേതരത്വം. പിന്നെ നിങ്ങൾ പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, സമയമെടുക്കുന്നില്ല. നിങ്ങൾ പറയുന്നു ഭരണഘടനയാണല്ലോ ഇവിടെ ഏറ്റവും വലുതായി നിങ്ങൾ മുട്ടിന് പറയുന്നു. ഇവിടെ ഹിന്ദു മതത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ, സനാതന ധർമ്മത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇന്ത്യൻ പാർലമെന്റ് കാണുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് അധികാരം കിട്ടിയാൽ ഇന്ത്യൻ ഭരണഘടന കാണുമോ? ഇന്ത്യൻ പാർലമെന്റ് കാണുമോ? ഇന്ത്യയിൽ അമ്പലങ്ങൾ കാണുമോ? പള്ളികൾ കാണുമോ? മതവിശ്വാസം കാണുമോ? ഒന്നാമത്തെ ചോദ്യം. ഇനി ഒറ്റയ്ക്ക് അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റ് സ്റ്റേറ്റായി രാജ്യം മാറിയാൽ ഈ രാജ്യത്തിന് ഭരണഘടന കാണുമോ? ഈ രാജ്യത്തിന് പാർലമെന്റ് കാണുമോ? ക്രിസ്ത്യൻ സ്റ്റേറ്റായി ഈ രാജ്യം മാറിയാൽ ഈ പറയുന്ന സംവിധാനം കാണുമോ? അപ്പോൾ ഭരണഘടനയൊക്കെ അവിടെ നിൽക്കുന്നത് അത് വലിയ പുസ്തകമായതുകൊണ്ടോ ഒരുപാട് കാര്യം എഴുതി വച്ചിരിക്കുന്നത് കൊണ്ടല്ല, അതിനെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അത് വേണമെന്ന് ചിന്തിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഹിന്ദുവിൻ്റെ മേക്കിട്ട് കയറുമ്പോൾ അത് മതപരിവർത്തനത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും കുറച്ചുകൂടി നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഡേറ്റയുടെ ബേസിൽ സംസാരിക്കാം. ഇത് ഞാൻ ഇത്രയും പറഞ്ഞത് സജീവൻ അന്തിക്കാടുമാർ ഒരുപാട് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സമൂഹത്തിൽ. നിങ്ങൾ ഒരു കൺഫ്യൂഷനും ക്രിയേറ്റ് ചെയ്യണ്ട. ഇവിടുത്തെ ഹിന്ദുവിനറിയാം ജനാധിപത്യം സംരക്ഷിക്കാനും. ഇവിടുത്തെ ഹിന്ദു ഉള്ളത് കൊണ്ടാണ്, മഹാഭൂരിപക്ഷം ഹിന്ദുക്കൾ ഉള്ളത് കൊണ്ടാണ് ഈ ഇവിടെ മുസ്ലിം വന്നാലും ക്രിസ്ത്യാനി വന്നാലും നിന്നാലും ആരെയും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നതിൻ്റെ പേരാണ് സനാതന ധർമ്മവും ഭാരത സംസ്കാരവും എന്ന് സജീവൻ അന്തിക്കാടുമാരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.